സന്ധ്യാദീപം തിളങ്ങും നേരം തിരുനടയിൽ ശാന്തി നിറയും. തന്ത്രിയുടെ മന്ത്രധ്വാനങ്ങൾ ഉണർത്തിയിടും ഭക്തി തൻ തരംഗം. ക്ഷേത്രകലകൾ വാഴുമീ പുണ്യം ദർശന പുണ്യം തിരുനട, ദർശന പുണ്യം തിരുനട. വള്ളുവനാടിൻ്റെ സാംസ്കാരിക പൈതൃകം തുളുമ്പുന്ന മണ്ണിൽ പ്രകൃതിയുടെ മാറോടണഞ്ഞു കിടക്കുന്ന അപൂർവ പുണ്യസങ്കേതമാണ് വേങ്ങശ്ശേരിയിലെ വയങ്കാവ് ഭഗവതി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൻ്റെ ഗ്രാമീണ ഭംഗിയിൽ കുടികൊള്ളുന്ന ഈ ദേവീ സന്നിധി ചരിത്രവും ഐതിഹ്യവും ആചാര വൈവിധ്യങ്ങളും കൊണ്ട് ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. തട്ടകത്തിൻ്റെ ദേവി എന്നതിലുപരി തന്നെ തേടിയെത്തുന്ന ഓരോ ഭക്തനും സ്വയം മാതാവിനെ പോലെ അഭയമേകി സർവൈശ്വര്യങ്ങളും ചൊരിഞ്ഞു നൽകുന്ന മാതൃസ്വരൂപിണിയാണ് വയങ്കാവിലമ്മ. ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് ഏറെ കൗതുകമുണർത്തുന്ന ഒരു ഐതിഹ്യമുണ്ട്. മുളഞ്ഞൂർ ഭഗവതി തൻ്റെ മകളായ വയങ്കാവ് ഭഗവതിയെ പിറക് ശേഖരിക്കുവാനായി കാട്ടിലേക്ക് അയച്ചുവെന്നും കാട്ടിൽപ്പെട്ട് ഭയന്ന ഭഗവതി അവിടെ തന്നെ കുടിയിരുന്നുവെന്നും വാമൊഴിയായി പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ ഭയം കൊണ്ട് ഭഗവതി ഇരുന്ന കാവ് പിന്നീട് വയങ്കാവായി മാറുകയായിരുന്നു എന്നാണ് വിശ്വാസം. വനദുർഗാ സങ്കല്പത്തിൽ കുടികൊള്ളുന്ന ഭഗവതിയായതിനാൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി മഴയും വെയിലും ഏൽക്കുന്ന രീതിയിൽ മേൽക്കൂരയില്ലാതെയാണ് ഇവിടുത്തെ ശ്രീകോവിൽ നിർമ്മിച്ചിട്ടുള്ളത്. പ്രകൃതിയോടലിഞ്ഞു ചേർന്നുള്ള ഈ പ്രതിഷ്ഠ ക്ഷേത്രത്തിൻ്റെ തനിമ വിളിച്ചോതുന്നു. കൂടാതെ ചുറ്റമ്പലമില്ലാത്ത ഈ സന്നിധിയുടെ ഉപദേവ സാന്നിധ്യം ബ്രഹ്മരക്ഷസാണ്. മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ വിഘ്നേശ്വരനായ ഗണപതി ഭഗവാൻ ഇവിടെ വിഗ്രഹമായിട്ടല്ല, മറിച്ച് സങ്കല്പ രൂപത്തിലാണ് കുടികൊള്ളുന്നത്. ഭക്തരുടെ സ്വപ്നങ്ങളിൽ തെളിഞ്ഞും തങ്ങളെ തേടിയെത്തുന്നവരുടെ വിളി കേട്ടും അനുഗ്രഹം ചൊരിയുന്ന സാക്ഷാത്കാരത്തിൻ്റെ ഇടമാണ് വയങ്കാവ് ക്ഷേത്രം. ഭക്തർക്ക് സ്വപ്ന ദർശനത്തിലൂടെയും നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെയും തൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന അമ്മയാണ് വയങ്കാവിലമ്മ. ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ഉഴലുന്ന അനേകം ഭക്തരാണ് തങ്ങളുടെ സ്വപ്നങ്ങളിൽ അമ്മയുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചതിനെ തുടർന്നും ഇവിടെ എത്തി വഴിപാടുകൾ സമർപ്പിച്ചതിലൂടെയും ജീവിതത്തിൽ അഭൂതപൂർവമായ കാര്യവിജയവും ഐശ്വര്യവും നേടിയെടുത്തിട്ടുള്ളത്. അമ്മയുടെ തിരുമുൻപിൽ മനസ്സുരുകി പ്രാർത്ഥിച്ച് വഴിപാടുകൾ അർപ്പിക്കുന്നവരുടെ സങ്കടങ്ങൾ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കുമെന്നും സർവകാര്യ വിജയം സിദ്ധിക്കുമെന്നും അനുഭവിച്ചറിഞ്ഞവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഭൂമി സംബന്ധമായ സങ്കടങ്ങൾക്ക് പരിഹാരം കാണാനെത്തുന്നവരുടെ പ്രധാന അഭയകേന്ദ്രമാണ് വയങ്കാവ് ക്ഷേത്രം. തർക്കങ്ങളിൽ കിടക്കുന്ന ഭൂമിവകകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഭൂമിദോഷങ്ങൾ തീരാനും വയങ്കാവിലമ്മയ്ക്ക് ഭൂമിദാനം വഴിപാടായി സമർപ്പിച്ചാൽ അഭൂതപൂർവമായ ഫലസിദ്ധി കൈവരുമെന്നാണ് ഭക്തരുടെ ദൃഢമായ വിശ്വാസം. ഒരു കാലടി ഭൂമി മുതൽ ഭക്തരുടെ മനോധർമ്മം അനുസരിച്ച് എത്ര വേണമെങ്കിലും ഭൂമി ദാനം നൽകി പ്രാർത്ഥിക്കാമെന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇതോടൊപ്പം ദാരിദ്ര്യമകലാൻ അമ്മയ്ക്ക് അവിൽപ്പൊതി സമർപ്പിക്കുന്നതും അതിവിശേഷമായ വഴിപാടായി കണക്കാക്കപ്പെടുന്നു. ജന്മനക്ഷത്രത്തിലെ പൂജയ്ക്കും ഇതുപോലെ സമയക്രമം നിഷ്കർഷിച്ചിട്ടില്ല. ക്ഷേത്രത്തിൽ ലഭ്യമായ വഴിപാടുകളുടെ പട്ടിക പരിശോധിച്ചാൽ ഗണപതി ഹോമം, എണ്ണ, വിളക്ക്, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, മലർനിവേദ്യം, മംഗല്യസൂക്തം, ആയുർസൂക്തം, ഭാഗ്യസൂക്തം, വിദ്യാസൂക്തം, ഐക്യമത്യം, ശത്രുസംഹാരം, ദേവീസൂക്തം, ലളിതാ സഹസ്രനാമം, യോഗക്ഷേമം, വെള്ളനിവേദ്യം, പണപ്പായസം, ഇരട്ടിപ്പായസം, പാൽപ്പായസം, കൂട്ടുപായസം, പായസക്കൂട്ട്, അപ്പം തുടങ്ങി കൂത്ത് വഴിപാട് വരെയുള്ള വിവിധ വഴിപാടുകൾ ഇവിടെ കാണുവാൻ കഴിയും. വിദ്യയുടെയും അറിവിൻ്റെയും ദേവിയായ സരസ്വതി ഭാവം കൂടി കൈയാളുന്നുവെന്ന സവിശേഷതയും വയങ്കാവിലമ്മയ്ക്കുണ്ട്. അതിനാൽ തന്നെ നവരാത്രി മഹോത്സവവും വിദ്യാരംഭവും ഇവിടെ അതിവിശേഷമായി ആഘോഷിക്കപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സങ്ങൾ നീങ്ങി ഉന്നത വിജയം കൈവരിക്കുന്നതിനായി വയങ്കാവിലമ്മയ്ക്ക് വിദ്യാസൂത്രം വഴിപാടായി സമർപ്പിക്കുന്നത് ഏറെ ഫലപ്രദമാണെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതുകൂടാതെ ആയുർസൂക്തം, ധന്യസൂക്തം, ലക്ഷ്മി സഹസ്രനാമം, ഭഗവത് സേവ, ചുറ്റുവിളക്ക് തെളിയിക്കൽ, ചന്ദനം ചാർത്തൽ തുടങ്ങിയ നിരവധി വിശേഷാൽ വഴിപാടുകളും ഇവിടെ നിത്യേന നടന്നു പോരുന്നു.
ആണ്ടറുതിയിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും കൊണ്ട് ഈ ക്ഷേത്രമുറ്റം എപ്പോഴും സജീവമാണ്. മകരമാസത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ഉച്ചാരൽ വേലയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഉത്സവ കൊടിയേറ്റം മുതൽ ഉത്സവ ദിനം വരെ കൂത്തു നടക്കുന്ന അപൂർവ ക്ഷേത്രമാണ് വയങ്കാവ് ഭഗവതി ക്ഷേത്രം. നവരാത്രി മഹോത്സവവും കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണവും മണ്ഡലമാസത്തിലെ മണ്ഡലാചരണവും മണ്ഡല താലപ്പൊലിയും ഇവിടെ അതിഭക്തിയോടെ ആചരിക്കുന്നു. തിരുവേഗപ്പുറ ദേവസ്വത്തിൻ്റെ അധീനതയിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങൾ ഇപ്പോൾ ട്രസ്റ്റ് ബോർഡിൻ്റെ നേരിട്ടുള്ള ആഭിമുഖ്യത്തിലാണ് നിർവഹിക്കപ്പെടുന്നത്. നിളയുടെയും മലനിരകളുടെയും പശ്ചാത്തലത്തിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന വയങ്കാവ് ഭഗവതി ക്ഷേത്രം കാണുന്ന ഏതൊരു യാത്രികൻ്റെയും മനസ്സിന് കുളിർമയും ആത്മീയമായ ഉണർവുമാണ് സമ്മാനിക്കുന്നത്. മേൽക്കൂരയില്ലാത്ത ആകാശത്തിന് കീഴെ വാണരുളുന്ന ആ അമ്മയുടെ തിരുമുൻപിലെത്തിയാൽ സങ്കടങ്ങളെല്ലാം മാറി മനസ്സിന് പൂർണ്ണ ശാന്തി കൈവരുമെന്നതിൽ സംശയമില്ല. ഒരിക്കലെങ്കിലും നേരിൽ കണ്ടിരിക്കേണ്ട ഒരു പുണ്യഭൂമിയാണ് വേങ്ങശ്ശേരിയിലെ വയങ്കാവിലമ്മയുടെ സന്നിധി. സന്ധ്യാദീപം തിളങ്ങും നേരം തിരുനടയിൽ ശാന്തി നിറയും. തന്ത്രിയുടെ മന്ത്രധ്വാനങ്ങൾ ഉണർത്തിയിടും ഭക്തി തൻ തരംഗം. ക്ഷേത്രകലകൾ വാഴുമീ പുണ്യം ദർശന പുണ്യം തിരുനട. ദർശന പുണ്യം തിരുനട.